നമ്മൾ കാണിക്കുന്ന നല്ല രസമുള്ള പ്യുവർ ക്രേപ്പ് ജോർജറ്റിൽ ചെയ്തിട്ടുള്ള നല്ലൊരു കുർത്ത വിത്ത് ഒരു സിനണിൽ ചെയ്തിട്ടുള്ള നല്ല ദുപ്പട്ട വിത്ത് ഒരു കട്ട് വർക്ക് ലേസും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല രസമുള്ള നല്ലൊരു ജ്വൽ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു നെക്ക് സ്റ്റൈലിങ്ങും അതിലൊരു പ്ലീറ്റർ വേർഷനും പിന്നെ അതുപോലെ രണ്ട് സൈഡിൽ ഗ്യാദേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല പാറ്റേൺ. അത് ഹാൻഡ് വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് അതിൻ്റെ സെൽഫും അതിൻ്റെ ഗോൾഡനൊക്കെ ചേർന്നിട്ട് നല്ല കോംബോ വിത്ത് ത്രെഡൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ളൊരു ക്ലാസി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലിംഗ് പ്ലസ് നമ്മളുടെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ ഈ ഒരു കട്ട് വർക്ക് ലേസൊക്കെ ഇടയിൽ കൂടെ വരുമ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഭംഗിയുള്ള നല്ല നല്ല പാറ്റേൺസ് ചൂസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിന് രസം ഉണ്ടാവും. നല്ല കസ്റ്റമർ ഡിമാൻഡ് അത്രയധികം വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട. അതിൽ കളേഴ്സ് കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സാൻഡിൽ കളറാണ്, നല്ല രസമുള്ള നല്ല ഷെയ്ഡ്. അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കട്ട് വർക്ക് ലേസൊക്കെ വരുമ്പോൾ ആ ഒരു ഭംഗി നോക്കി ആ ഒരു ഫാബ്രിക്കിൽ അത്ര രസമായിട്ടാണ് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട പെയർ ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കും, അടിപൊളിയായിട്ടില്ലേ. ഇതൊക്കെ നല്ല എന്താ പറയുക റെയർ കോമ്പോസും കാര്യങ്ങളുമാണ്. അതുപോലെ ദ വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലഷ് പിങ്ക് പോലെ, ബ്ലഷ് പിങ്ക് നല്ലൊരു പീച്ചിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി ആ ലേസിൻ്റെ കളേഴ്സ് നോക്കിയാൽ അത്യാവശ്യം മനസ്സിലാവും നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ആ ഒരു കോംബോ വരുന്നത്. ദ വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം, പക്ഷെ ഒരു ലാവൻഡർ ചെറിയ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു ഓനിയൻ ആ ഒരു സ്റ്റൈലിലൊക്കെ വരും. ഓക്കെ. ദ വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് കളറാണെന്ന് പറയാം എന്നാൽ എനിക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പർപ്പിളിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായിട്ട് വരും. ആ ഒരു പാലറ്റിൽ വരുന്ന ഒരു കളറാണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ചില കളേഴ്സ്, പക്ഷെ എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സാണ്. ദ വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാവൻഡർ കളർ. നോക്കി നല്ല രസമല്ലേ, നല്ല ശരിക്കും നല്ല തെളിച്ചമൊക്കെ നല്ല മുഖത്തിനൊക്കെ തോന്നുന്ന നല്ല കളറാണ് കേട്ടോ. നല്ല രസമായിട്ട് അതിൻ്റെ ലേസൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി എലഗൻസ് കൂടുന്നത്. നെക്സ്റ്റ് അതുപോലെ ഒരു റാസ്ബെറി ഷെയ്ഡ് എന്ന് പറയാറില്ലേ, ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അതുപോലെ വരുന്ന അടുത്ത കളറാണ് രാമ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇതുപോലെ നല്ല നിറം തോന്നുന്ന കളേഴ്സ് എന്ന് പറയില്ലേ, ഞാനിവിടെ ഒരു വിധമൊക്കെ അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ആയതുകൊണ്ട് അങ്ങനെയാണ് വരാറ്. ഇത് പൊതുവേ ഒരു ഒലീവ് ഗ്രീൻ, നല്ല രസമുള്ള ഷെയ്ഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. ഇത് വേറെ ഒന്നുകൊണ്ടല്ല ഇതിനോട് ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒലീവ് ഗ്രീനിൻ്റെ അതായത് ഗ്രീൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കളറാണ് അത്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്, കാരണം ഞാനിതിൻ്റെ പണ്ട് മുതലേ തുടങ്ങി നോക്കിയ ഒരു വീഡിയോസിൽ കാണാവുന്ന റയർ ഷെയ്ഡാണ്. കാരണം എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കളറാണ്. ദ വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലെ ഒരു ഡാർക്ക് ഒനിയൻ ലാവണ്ടർന്നോ എന്തെങ്കിലും പറയാം. കാരണം നല്ല ഭംഗിയുള്ള അതിൻ്റെ ആ ഒരു കട്ട് വർക്ക് നിങ്ങൾ ലേസ് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഏതാ ഷെയ്ഡ് എന്നുള്ളത്. നല്ല രസമുള്ള അടിപൊളി കളേഴ്സാണ് എല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. കാരണം ഞാൻ അതുകൊണ്ടാണ് അത് 10 കളേഴ്സ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. 9946519063. ഓക്കെ, താങ്ക് യു.